സാധാരണ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഗൾഫിലെ ഫ്ളാറ്റുകളിൽ ആളനക്കമുണ്ടാവില്ല. എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലമറിയാനായി ടെലിവിഷന് മുന്നിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു ഈ അധ്യാപക സുഹൃത്തുക്കൾ. അനുനിമിഷം മാറിമറിയുന്ന ഫലസൂചനകൾ വിവിധ പാർട്ടിക്കാരായ ഇവർക്കിടയിൽ ഇടയ്ക്കിടെ തർക്കങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഇടയാക്കി. നേരത്തെ നടത്തിയ പ്രവചന മത്സരത്തിന്റെ റിസൾട്ട് മുന്നിൽ വെച്ചായിരുന്നു ഇവർ ഫലമറിയാനിരുന്നത്. കേരളത്തിൽ 8 സീറ്റ് നേടിയ ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തിയതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് ഈ ഇടതു സഹയാത്രികൻ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അല്പം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 4 സീറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 8 സീറ്റ്. വോട്ട് ചെയ്യാനായി നാട്ടിൽ പോയി തിരിച്ചെത്തിയ ഇദ്ദേഹം തന്റെ മണ്ഡലമായ വടകരയിൽ ഇടതുപക്ഷം തോറ്റുപോയതിലുള്ള നിരാശയും മറച്ചുവെക്കുന്നില്ല. തിരുവനന്തപുരത്ത് തുടക്കം മുതൽ മുന്നേറ്റം നടത്തിയ BJP അവസാന നിമിഷം പിന്നോട്ട് പോയതിലുള്ള നിരാശയിലാണ് മാഹി സ്വദേശിയായ സുനിൽ. അതിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു ധാരണയായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനസമിതിയുള്ള നേതാക്കളെ നിർത്തിയില്ലെങ്കിൽ തോൽവികൾ ഇനിയും ആവർത്തിക്കുമെന്ന് എല്ലാ പാർട്ടികളും മനസ്സിലാക്കണമെന്ന് ഉണർത്താനും ഇവർ മറന്നില്ല. പാർട്ടികൾക്ക് അതീതമായി സ്ഥാനാർത്ഥി നിർണയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും പാർട്ടികളെക്കാൾ ആ സ്ഥാനാർത്ഥികളുടെ പ്രഭാവമില്ലായ്മയാണ് വിജയത്തെ സ്വാധീനിച്ചത്. തൊട്ടടുത്ത മുറിയിൽ ഉത്തരേന്ത്യൻ പ്രവാസികളും ഒറ്റയ്ക്കിരുന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വിലയിരുത്തുകയായിരുന്നു. അനുനിമിഷം മാറിമറിയുന്ന തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ അറിയാൻ ടെലിവിഷന് മുന്നിൽ ചടഞ്ഞിരിക്കുമ്പോൾ ദോഹയിലെ ഈ അധ്യാപക ക്വാർട്ടേഴ്സ് ഒരു നിമിഷത്തേക്ക് സ്റ്റാഫ് റൂമായി മാറുകയായിരുന്നു. ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1.